കറുപ്പാണെങ്കിലും എന്തൊരു ഭംഗിയാണ് അവരെ കാണാൻ എന്നൊരു നിന്നാ സ്തുതിയുണ്ട് നമ്മൾ മലയാളികൾക്ക്. അത് ആവർത്തിച്ച് കേൾക്കുന്ന നേരങ്ങളിൽ കറുപ്പാണെങ്കിലും എന്ന പ്രീഫിക്സ് എന്തൊരു വലിയ അശ്ലീലമാണെന്ന് മനസ്സിലാകാത്ത ജനതയാണ് നമ്മളെന്ന് തോന്നിപ്പോകും. കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്ന പഴഞ്ചൊല്ലോളം തന്നെ അബോധത്തിലെ അപ്പാർത്തീഡ് കറുപ്പിന് ഏഴഴകാണെന്ന് സമ്മതിച്ചു കൊടുക്കലിലും പ്രവർത്തിക്കുന്നുണ്ട്. എത്രയൊക്കെ പൂട്ടിക്കെട്ടി വെച്ചാലും ഫ്രോഡുകൾ ചിലപ്പോൾ തള്ളി പുറത്തു ചാടുമെന്ന് പറഞ്ഞ സുരാജ് കഥാപാത്രത്തെ പോലെയാണ് ഈ കറുപ്പും വെളുപ്പും താരതമ്യക്കളിയിൽ പുറംപൂച്ച് തെളിഞ്ഞ് ഉള്ളിലിരിപ്പ് പുറത്തു ചാടാറുള്ളത്. ഡെറക് ചൗൻ എന്ന വെള്ളക്കാരൻ പോലീസ് പിടലിയിൽ മുട്ടമർത്തിക്കൊന്ന ജോർജ് ഫ്ലോയിഡ് എന്ന ചെറുപ്പക്കാരൻ്റെ കുരുതി അമേരിക്കയിലായിരുന്നു. ബഹുമാന്യനായ RLV രാമകൃഷ്ണൻ എന്ന കലാകാരനെ പറ്റി നിന്നെ കണ്ടാൽ പെറ്റതള്ള സഹിക്കുമോ എന്ന് വെളുത്ത സ്വന്തം തൊലിനിറത്തിൽ അഭിമാനപൂരിതയായ ഒരു സത്യഭാമ പുച്ഛിച്ച് പാറ്റിത്തുപ്പിയത് ഇവിടെ കേരളത്തിലും. 2025 ഇത്തരം വിവേചനങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. കേരളത്തിലെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥയ്ക്കാണ് ഇത്തരം ഒരു വിവേചനം നേരിടേണ്ടി വന്നത്. അപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ? വെളുത്തിട്ട് പാറാമെന്ന് പരസ്യം ചെയ്യുന്ന നാട്ടിൽ ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാണ്? ആദ്യം കാണാം ശാരദാ മുരളീധരൻ്റെ വെളിപ്പെടുത്തലിനെ പറ്റി RDX റാപ്പ് 59 സെക്കൻഡ്സിൽ. നിറവുമായി ബന്ധപ്പെട്ട അപമാനം നേരിട്ടതിനെക്കുറിച്ചായിരുന്നു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ പോസ്റ്റ്. ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ V വേണുവിന്റെയും തന്റെയും നിറവ്യത്യാസത്തെക്കുറിച്ച് സുഹൃത്ത് നടത്തിയ മോശം പരാമർശത്തെക്കുറിച്ചാണ് കുറിപ്പ്. ശാരദയുടെ പ്രവർത്തനം കറുപ്പും V വേണുവിന്റെ പ്രവർത്തനം വെളുപ്പുമെന്നായിരുന്നു പരാമർശം. മണിക്കൂറുകൾക്കുള്ളിൽ ആ പോസ്റ്റ് അവർ പിൻവലിച്ചു. എന്നാൽ രാത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ കുറിപ്പ് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് തന്നെ തിരിച്ചെടുത്ത് വെളുത്ത നിറമുള്ള സുന്ദരിക്കുട്ടിയായി ഒന്നുകൂടി ജനിപ്പിക്കുമോ എന്ന് ചോദിച്ച ബാല്യമുണ്ടായിരുന്നു തനിക്കെന്ന് തുറന്നെഴുതി ചീഫ് സെക്രട്ടറി. വർണ്ണവിവേചനം ഒരു കുട്ടിയെ എങ്ങനെ എന്നേക്കുമായി ബാധിക്കും എന്ന് തെളിയിക്കുന്നതായിരുന്നു ശാരദാ മുരളീധരന്റെ പോസ്റ്റ്. പോസ്റ്റിലെ പരാമർശങ്ങളും അനുബന്ധ വിവരങ്ങളും വിശദമായി പിന്നാലെ കാണാം. ശാരദാ മുരളീധരന് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് ഐക്യദാർഢ്യ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. RDX റാപ്പ് ന്യൂസ് മലയാളം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒട്ടും മറച്ചു വയ്ക്കേണ്ടതില്ലാതെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇത് അബോധത്തിൽ കിടക്കുന്നത് മാത്രമല്ല, വളരെ സുബോധത്തിൽ ആളുകൾ പരസ്പരം പങ്കുവയ്ക്കുന്ന വൃത്തികെട്ട നിറത്തെക്കുറിച്ചുള്ള ചിന്തകളുമാണ്. നമുക്കതിന് മുൻപ് ആരാണ് ശാരദാ മുരളീധരൻ, എന്താണ് ശാരദാ മുരളീധരൻ വന്ന വഴി എന്നതുകൂടി ഇപ്പോൾ ഒന്ന് നോക്കിപ്പോകണം. SLC പരീക്ഷയിൽ 1ാം റാങ്കോടെ വിജയിച്ചയാളാണ് ശാരദാ മുരളീധരൻ. തിരുവനന്തപുരം വിമൻസ് കോളേജിലായിരുന്നു പിന്നീട് തുടർന്ന് പഠിച്ചത്. 1988 കേരള യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് നേടിയ ആളാണ് ശാരദാ മുരളീധരൻ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഗവേഷക വിദ്യാർത്ഥിയായിരിക്കെ സിവിൽ സർവീസിലേക്ക് കടന്നു വന്നു. പിന്നീട് 1990 പാലക്കാട് അസിസ്റ്റന്റ് കളക്ടറായി സിവിൽ സർവീസിലേക്ക്, തിരുവനന്തപുരം ജില്ലാ കളക്ടർ, കുടുംബശ്രീ മിഷൻ ഡയറക്ടർ, തദ്ദേശ ഭരണ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം സെക്രട്ടറിയായും ഇതിനിടയ്ക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ ഡയറക്ടർ ജനറലായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 31 കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി, 5ാമത്തെ വനിതാ ചീഫ് സെക്രട്ടറിയായി. 2025 ഏപ്രിൽ 17 വരെ സർവീസുണ്ട്. ഭർത്താവ് വിരമിച്ചതിന് പിന്നാലെ ഭാര്യ ചീഫ് സെക്രട്ടറിയായി എന്നുള്ള അപൂർവത കൂടെയുണ്ട് ശാരദാ മുരളീധരന്. നക്ഷത്രത്തിളക്കമുള്ള ഒരു സർവീസ് ജീവിതം അവകാശപ്പെടാവുന്നയാളാണ് ശാരദാ മുരളീധരൻ. കുടുംബശ്രീ മിഷൻ പുതിയ ദിശാബോധം നൽകിയ ഉദ്യോഗസ്ഥയാണ്. കുടുംബശ്രീ പ്രസ്ഥാനത്തെ വനിതകളുടെ ഉപജീവന ശാക്തീകരണത്തിനുള്ള സംഘടനയാക്കി. 44 ലക്ഷം വനിതകളെ മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെ പദ്ധതികൾക്ക് കീഴിൽ കൊണ്ടുവന്നു. വനിതാ സുരക്ഷാ പദ്ധതിയായ നിർഭയയുടെ നെടും തൂണായി പ്രവർത്തിച്ചു. കോവിഡ് കാലത്തിന് തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചു. കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന ആശയത്തിന് പിന്നിലും ശാരദാ മുരളീധരൻ തന്നെയായിരുന്നു. ശാരദയുടെ പ്രവർത്തനം കറുപ്പും V വേണുവിൻ്റെ പ്രവർത്തനം വെളുപ്പും എന്ന പരാമർശമാണ് ഉണ്ടായത്. ആ പരാമർശത്തിനെതിരെയാണ് ശാരദാ മുരളീധരൻ പ്രതികരിച്ചത്. ആദ്യമിട്ട പോസ്റ്റ് പിന്നീട് വിവാദമാകേണ്ട എന്ന് കരുതി പിൻവലിച്ചു. പക്ഷേ നിലപാട് ഉറക്കെ പറയേണ്ടതെന്ന് തോന്നിയതിനാൽ വിശദമായി പുതിയ പോസ്റ്റ് ഇടുകയായിരുന്നു. കഴിഞ്ഞ 7 മാസമായി പങ്കാളിയും മുൻ ചീഫ് സെക്രട്ടറിയുമായുള്ള താരതമ്യം അനുഭവിക്കുന്നു എന്നാണ് ശാരദാ മുരളീധരൻ പറഞ്ഞത്. ഇത് കേട്ട് ശീലമായതിനാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. കറുപ്പിനോട് എന്തിനാണ് ഇത്ര നിന്ന എന്ന് ചോദിക്കുകയാണ് ചീഫ് സെക്രട്ടറി.
വൈകാരികമായ ഒരു കുറിപ്പായിരുന്നു ശാരദാ മുരളീധരൻ്റേത്. നേരത്തെ വിശദമായി നമ്മൾ നോക്കിയതാണ്. അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് തന്നെ തിരിച്ചെടുക്കുമോ എന്ന് ചോദിച്ച ബാല്യമുണ്ടായിരുന്നു. വെളുത്ത നിറമുള്ള സുന്ദരിക്കുട്ടിയായി ഒന്നുകൂടി ജനിപ്പിക്കുമോ എന്ന് ആഗ്രഹിച്ചിരുന്നു. കറുപ്പിൽ സൗന്ദര്യമോ ഗുണമോ കാണാൻ തനിക്ക് മടിയായിരുന്നു. കറുപ്പ് എത്ര മനോഹരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്നും ശാരദാ മുരളീധരൻ ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ വലിയ പിന്തുണയുമായാണ് കേരളം എത്തിയത്. മുൻവിധികൾക്ക് വിധേയരായ വ്യക്തികൾ നേരിടുന്ന വെല്ലുവിളികളിലേക്ക് വെളിച്ചം വീശുന്ന ധീര പ്രതികരണം എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. ശാരദാ മുരളീധരന്റെ കുറിപ്പ് കേരളത്തിന്റെ അവസ്ഥ തുറന്നു കാട്ടുന്നതാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. വർണ്ണവിവേചനത്തെ സമൂഹം ആകെ പ്രതിരോധിക്കണമെന്നാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞത്. എത്ര ആഴത്തിലാണ് വർണ്ണവെറിയുടെ വേരുകൾ ആഴ്ന്നു കിടക്കുന്നത് എന്ന് കെ കെ രമയും പറഞ്ഞു. ചോരയോളം കട്ടിയുള്ള കറുപ്പ് RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ചത് കലാമണ്ഡലം സത്യഭാമയാണ്. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ് എന്നുള്ള അധിക്ഷേപമായിരുന്നു RLV രാമകൃഷ്ണൻ ഉണ്ടായത്. ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല, കറുത്തവരെ കാണാൻ കൊള്ളില്ലെന്നാണ് തൻ്റെ കാഴ്ചപ്പാടെന്നാണ് സത്യഭാമ പറഞ്ഞത്. താൻ വെളുത്ത സൗന്ദര്യമുള്ള ആളാണെന്നും കലാമണ്ഡലം സത്യഭാമ വിശ്വസിക്കുകയും അവകാശപ്പെടുകയും ചെയ്തു. നമുക്ക് ഈ സമയത്ത് ഓർക്കാം, അമേരിക്കയിൽ പോലീസുകാരൻ പിങ്ക് ഫ്ലോയിഡ് യുവാവിനെ കൊലപ്പെടുത്തിയത്, അമേരിക്കയിൽ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത്, അമേരിക്കയിലെ പോലീസുകാരൻ കറുത്തവർഗ്ഗക്കാരനായ യുവാവിനെ കൊലപ്പെടുത്തിയത് ലോകത്തിൻ്റെ വേദനയാണ്. കറുത്തവർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡ് കൊല്ലപ്പെട്ടത് 2020 മെയ് 25-നാണ്. ഡെറക് ചൗവിൻ എന്ന വെള്ളക്കാരൻ പോലീസുകാരനാണ് ജോർജിൻ്റെ കഴുത്തിൽ മുട്ട അമർത്തിക്കൊന്നത്. ചരിത്രത്തിലുടനീളം ഈ അപ്പാർത്തൈഡിൻ്റെ ക്രൗര്യം കൊന്ന ലക്ഷങ്ങളിൽ ഒരുവനാണ് അദ്ദേഹവും. നമുക്കിത് സാമൂഹ്യ പദവി പോലും ഇക്കാര്യത്തിൽ രക്ഷിക്കുന്നില്ല ആരെയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇവിടെയും നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ കുറെ കൂടി രൂക്ഷമായി നിൽക്കുന്നു. നമുക്കറിയാം, നമ്മൾ പത്രങ്ങളിലൊക്കെ സ്ഥിരമായി കാണുന്നതാണ് വെളുത്ത് സുന്ദരിയായ യുവതി അല്ലെങ്കിൽ വെളുത്ത് സുന്ദരനായ യുവാവ് എന്നതിന്, അല്ലെങ്കിൽ ഇപ്പോൾ കറുത്ത് സുന്ദരനായ യുവതി കറുത്ത് സുന്ദരിയായ യുവാവ് എന്നുള്ള ഒരു പരസ്യം നമ്മൾ പത്രത്തിൽ കാണാറില്ല. ഇത് കേരളീയ യാഥാർത്ഥ്യമാണ്. അതിനോടിപ്പോൾ പ്രതികരിക്കുന്നവർക്ക് പോലും എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന് ഒരു വേള സംശയിച്ചു പോയാൽ തെറ്റുമില്ല. കാരണം ഇത് തുടർച്ചയായി ആവർത്തിക്കുന്നതാണല്ലോ കേരളത്തിൽ. സനീഷ് എന്താ തോന്നുന്നത്? അതായത് ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് പറയേണ്ടതില്ലോ. അതായത് ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഇത്രയും ആളുകളുടെ പ്രതികരണം വന്നു, നമ്മൾ ഏതാണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷേ ഇതിനകത്ത് അവരോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചെന്ന് തോന്നുന്നു, ആരാണ് ഈ പറഞ്ഞത്? സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞു, ഞാൻ അത് പറയേണ്ടതില്ലല്ലോ, അത് പറയേണ്ട കാര്യമല്ലോ, പറയേണ്ടതില്ല. അത് പക്ഷേ എനിക്കൊരു പ്രശ്നം അതിനകത്തുണ്ട്. അതായത് പറയാത്തതല്ല, ഞാൻ പറഞ്ഞത് ആരാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ ശാരദാ മുരളീധരൻ അടുത്തെത്തിയിട്ട് ഇങ്ങനൊരു കമൻറ്റ് പറയാൻ, അവർ കേൾക്കാൻ പാകത്തിന് ആ ചുറ്റുവട്ടത്തേക്ക് എത്തിപ്പെടാൻ മാത്രം ഉള്ള ഒരാളായിരിക്കും. സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി വലിയ IAS ഉദ്യോഗസ്ഥരുടെ അടുത്ത് അവരുടെ ചുറ്റുവട്ടത്തേക്ക് എത്താൻ മാത്രം പാകത്തിലുള്ള, ഞാൻ ഊഹിക്കുന്നതാണ്, അതൊരു വിദ്യാഭ്യാസമുള്ള എലീറ്റ് എന്ന് കണക്കാക്കപ്പെടുന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലെങ്കിൽ രാഷ്ട്രീയ തലത്തിലുള്ള ആരെങ്കിലും എലീറ്റ് എന്ന് കണക്കാക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളതെന്ന് പൊതുവിൽ വ്യവഹരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരാളായിരിക്കും എന്ന് ഞാൻ ഊഹിച്ച് ഇവരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വാഹകർ. അതായത് ഈ മധ്യവയസ്സ് കടന്ന അല്ലെങ്കിൽ ഈ പ്രായം കടന്നിട്ടുള്ള ഇതുപോലുള്ള നല്ല വിദ്യാഭ്യാസം നേടിയെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ എലീറ്റ് കക്ഷികളാണ് ഇമാതിരി തോന്നിവാസങ്ങൾ പറയുന്നതിൽ ഏറ്റവും മുന്നിലുള്ളത്. ഈ സൂക്ഷ്മമായുള്ള രാഷ്ട്രീയം ഇത്രമാത്രം ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം പോലും അതേക്കുറിച്ച് പരിഗണനയില്ലാതെ ഒരാളെ അവരുടെ ബോഡി ഷേമിംഗ് എന്നും അല്ലെങ്കിൽ ഇത്തരം സംഗതികൾ കൊണ്ടും അധിക്ഷേപിക്കാൻ നോക്കുക, ഇതുപോലുള്ള പിന്തിരിപ്പൻ രാഷ്ട്രീയത്തെ ഉള്ളിൽ കൊണ്ട് നടക്കുക. ഇപ്പോൾ നമ്മൾ നോക്കൂ, സോഷ്യൽ മീഡിയയിലാണെങ്കിലും രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും ഇതിനകത്താണെങ്കിലും ഒക്കെ എത്ര ആളുകളാണ് ഇതിൻ്റെ കാര്യങ്ങൾ പുറത്തേക്ക് വന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ അത്രക്ക് സജീവമായിട്ട് ഇത് ഉടനടി ചർച്ച നടക്കുക. ഇതിപ്പോൾ അല്ലല്ലോ നടന്നത്. ശാരദാ മുരളീധരൻ പറഞ്ഞപ്പോഴല്ല, തൊട്ടു മുമ്പ് ഈ RLV രാമകൃഷ്ണനെതിരെ ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീ നടത്തിയ പരാമർശം കേരളം മുഴുവൻ ചർച്ചയായതാണ്. അതിനുശേഷമാണ് ഞാൻ എലീറ്റ് എന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ സ്വയം എലീറ്റ് എന്ന് കണക്കാക്കുന്ന ഈ പരിസരത്തൊക്കെ ചെന്ന് നിന്ന് വർത്താനം പറയാൻ പറ്റുന്ന ഈ മനുഷ്യൻ ഈ പരാമർശം നടത്തി. എന്ന് വെച്ചാൽ കേരളം മുഴുവൻ ഈ സത്യഭാമ സംഭവത്തിൽ ഇത്ര വലിയ ചർച്ച നടത്തിയ ശേഷവും ഈ ചങ്ങാതിക്ക് അവിടെ ചെന്ന് ഇമാതിരി തോന്നിയാസം പറയാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ കക്ഷികളുടെ ഒരു പ്രശ്നമാണ്, ഈ തലമുറയുടെ ഒരു പ്രശ്നമാണ്. അതായത് ഇവരെ തിരുത്തിയതാരാണ്? ഇവരെ ശാരദാ മുരളീധരൻ തന്നെയും ധൈര്യം കൊടുത്തതാരാണ്? അവരുടെ കുട്ടികളാണ്, പുതിയ തലമുറയിലെ ആളുകളാണ്. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ നിറം എന്നത് പ്രശ്നമേ അല്ല, ആത്മവിശ്വാസത്തോടെ അവർ നിൽക്കുന്നത്. എനിക്കിതിനകത്ത് ശാരദാ മുരളീധരൻ ഹേർട്ടായി എന്നൊരു വാക്ക് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അങ്ങനെ ആയിരുന്നില്ല ശാരദാ മുരളീധരൻ. എനിക്ക് അവരോട് വലിയ ബഹുമാനമുണ്ട്. അവരെന്തൊരു എനർജറ്റിക്കായുള്ള സ്ത്രീയാണെന്ന് എനിക്ക് ആ കലോത്സവത്തിന് ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പോൾ തോന്നിയാണ്. വളരെ എനർജറ്റിക്കായുള്ള ആളാണ്. ഇതുപോലൊരു ഇഷ്യൂവിനെ എടുത്ത് മുന്നിലേക്ക് വെച്ചാൽ ഞാൻ അവരോട് വളരെ ആദരവുള്ള ആളാണ്. അവർ വളരെ നന്നായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഹേർട്ടാവാൻ പാടില്ലായിരുന്നു. എന്തിനാണ് ഹേർട്ടാവുന്നത്? ഇത്രയും വലിയ ഉന്നതമായുള്ള പ്രൊഫൈലിലേക്ക് ഈ കാലത്തിനകത്ത് നടന്നെത്തിയ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ത്രീ ഇത്രയും നിസ്സാരമായിട്ടുള്ള പരാമർശത്തിന് മുകളിൽ ഹേർട്ടാവുന്നത് തന്നെയും ഈ
ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വർത്തമാനം പറയുന്ന ആളുകൾക്ക് കൊടുക്കുന്ന കരുത്താണ്. ഇതിൻ്റെ മുകളിൽ ഹേർട്ടാവരുത്. ഈ കുട്ടികൾ ചെയ്യുന്ന പോലെ, അവരുടെ മക്കൾ ചെയ്ത പോലെ, അല്ലെങ്കിൽ അവരുടെ മക്കളുടെ ജനറേഷനിലെ ആളുകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ചെയ്യുന്ന പോലെ ഇതിനെ ആഘോഷമാക്കി മാറ്റുകയാണ്. ഇതെന്താ ഇതിനകത്ത് എന്തെങ്കിലും എന്നെ ഏതെങ്കിലും തരത്തിൽ കുറയ്ക്കുന്നേ ഇല്ല. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ താഴെ വലിയ കമൻറ്റുകൾ ആളുകൾ മോശം പറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും ഒരു കുറവും അതിനകത്ത് തോന്നില്ല. ആ ആത്മവിശ്വാസത്തോടെയാണ് ഇതിനെ നേരിടേണ്ടത്. ആ ആത്മവിശ്വാസം പകരുന്നതിനായിട്ട് അവരുടെ ഇടപെടൽ വളരെ സജീവമായിട്ട് കാരണമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോഴും ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന കൂടെ കണ്ടല്ലോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് കണക്കിലെടുക്കരുത്. ഇത് നിങ്ങളുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. അതായത് എന്തുകൊണ്ട് ഇത് പിന്തിരിപ്പൻ വർത്തമാനമാകുന്നു? ഇത്തരം പിന്തിരിപ്പൻ വർത്തമാനങ്ങൾ നിങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ ഏത് വശത്തെയാണ്, നെഗറ്റീവായുള്ള വശത്തെയാണ് കാണിക്കുന്നത് എന്ന കാര്യങ്ങൾ കുട്ടികളടക്കം, ഓരോ തലമുറയിലെയും കുട്ടികളെ അടക്കം, ഒരുപക്ഷെ ഇതിന് റിവേഴ്സ് വരും. ഇപ്പോഴത്തെ കുട്ടികൾ കൊള്ളാവുന്നതാണെങ്കിൽ അടുത്ത ജനറേഷൻ കറങ്ങി വരുമ്പോഴേക്ക് വീണ്ടും പിന്തിരിപ്പനായി മാറും. അപ്പോൾ അവരെല്ലാം ഇതിനകത്ത് തടയാൻ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം ഈ കാര്യം എന്നാണ് ഞാൻ പറയുക. അങ്ങനെ സാധാരണീകരിക്കണം ഈ കാര്യങ്ങളെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എനിക്ക് തോന്നിയത് 2020 ഫെയർ ആൻഡ് ലവ്ലിയുടെ പേര് ഗ്ലോ ആൻഡ് ലവ്ലി എന്തോ മാറുന്നത്. അതുവരെ, അതായത് ഈ തൊട്ടടുത്ത കാലത്ത് വരെ ഇത് വളരെ സജീവമായി ഇതെന്തോ മഹത്തായ സംഗതിയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. നമ്മളറിയാതെ നമ്മുടെ അബോധത്തിൽ ഇതൊരു വളരെ ഗംഭീരമായ സംഗതിയാണ്, വെളുത്ത നിറമാണ് ഏറ്റവും ഗംഭീരം എന്നുള്ള തോന്നലുണ്ടായിരുന്നു. അതിനൊരു കാരണം നമ്മുടെ ഈ വനിതാ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അടക്കം എല്ലാത്തിലും ഒരു സമയത്ത് ഈ വെളുക്കാനുള്ള മാർഗങ്ങളടക്കം പ്രത്യേകം എഴുതി വരുന്ന ഫീച്ചറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫെയർ ആൻഡ് ലവ്ലി മാത്രമല്ല കേട്ടോ, പോൺഡ്സ് വൈറ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഉൽപ്പന്നം നമ്മുടെ മുന്നിൽ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഉൽപ്പന്നം വരുന്നത്. അതിൻ്റെ പരസ്യം വരുന്നത് മാത്രമല്ല, ആ പരസ്യത്തിനെ ഒപ്പിച്ച് അതിൻ്റെ ഒരു സെൻട്രൽ സ്പ്രെഡോ അല്ലെങ്കിൽ അകത്ത് ഏതെങ്കിലും പേജിലൊരു പരസ്യം വന്നാൽ ആ പരസ്യത്തിനപ്പുറത്തേക്ക് പല ഈ പറഞ്ഞ എലീറ്റ് മാധ്യമങ്ങളിലെല്ലാം വരുന്നത് എന്താണ്? അതിനെ പുകഴ്ത്തിയുള്ള ആ നിറം ആ രീതിയിൽ പരുവപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളോ കാര്യങ്ങളോ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം സനീഷ് പറഞ്ഞു. പക്ഷേ അതിനകത്തൊരു പ്രശ്നം എനിക്ക് തോന്നിയത്, ഒരു ഇച്ചിരി നിറം കറുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു സംഗതി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താൽ, ഒരു റീലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ ഒക്കെ ഇട്ടാൽ അതിനടിയിൽ വരുന്ന കമൻറ്റുകളിൽ ഈ പറയുന്ന വിദ്വേഷമുണ്ട് എന്നുള്ളതാണ്. നിറത്തോ ചൊല്ലിയുള്ള അതിനകത്ത് നിറത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. നിറം ജാതിയുമായി കണക്റ്റഡ് ആണ് ഇവിടെ കേരളത്തിൽ വളരെ കൃത്യമായി. ആളുകൾ ഈ നിറമാണെങ്കിൽ അവൻ ഇന്ന ജാതിയാണ് എന്ന് കണക്കാക്കുന്ന മനോനിലയിൽ കൂടിയാണ് കേരളത്തിലെ ആളുകളുള്ളത്. അത് ആ മനോനില ഏത് തലം വരെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തന്നെ നമ്മൾ നോക്കണം. ഇപ്പം മലയാള മനോരമയുടെ പ്രശസ്തമായ കാർട്ടൂണാണ് കുഞ്ചുകുറുപ്പ്. കുഞ്ചുകുറുപ്പിൻ്റെ ഒരു പോക്കറ്റ് കാർട്ടൂണാണ്. ആ പോക്കറ്റ് കാർട്ടൂണിൽ ഒരേ ദിവസം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? എം മണി ആ കാർട്ടൂണിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, കുമ്മനം രാജശേഖരൻ കാർട്ടൂണിലുണ്ട്. അതായത് നായരായ കുമ്മനം രാജശേഖരൻ വെളുത്തിരിക്കണമെന്നുള്ള തീരുമാനം കാർട്ടൂണിസ്റ്റിനുള്ളത് കൊണ്ട് നല്ല വെളുത്ത ചായം പുരട്ടി അല്ലെങ്കിൽ നല്ല ചന്ദന നിറം പുരട്ടിയിട്ടാണ് ആ കാർട്ടൂൺ അവതരിപ്പിക്കുന്നത്. ഇപ്പുറത്ത് എം മണിയെ അവതരിപ്പിക്കുമ്പോൾ കറുത്ത ചായം പുരട്ടിയിട്ട് തന്നെയാണ്. അദ്ദേഹം രണ്ടുപേർക്കും നിറത്തിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന് ഓർക്കണം. കുമ്മനം രാജശേഖരൻ ജാതി കൂടി ഇതിൽ കണക്റ്റഡ്. കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം കൂടെ ഓർത്തു. കുമ്മനം രാജശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷനായി വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടന്നു. ഇത് ഈ ജാതിയുമായി ബന്ധപ്പെട്ട് ഈ ഇന്ന ജാതിയിൽ നിന്നാണല്ലോ ഇദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നതെന്ന് BJP-കാരായിട്ടുള്ള ആളുകൾ തന്നെ ചർച്ച ചെയ്തു. അപ്പോൾ മറ്റു ആളുകൾ BJP-യുടെ പ്രവർത്തകർ വന്നിട്ട് തിരുത്തിയല്ല, അദ്ദേഹം വന്ന് ഈ ജാതിയിലല്ല മറ്റൊരു ജാതിയിലാണ്. അപ്പോൾ ഈ ജാതിയും ഈ കളറുമായിട്ട് നിറവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള, അപ്പോൾ ഈ എഴുതിയ ആളുകൾക്ക് ആശ്വാസമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ആളുകൾ അങ്ങനെയല്ല. അപ്പോൾ ഈ തരത്തിൽ എത്ര ഉന്നതമായിട്ടുള്ള തലങ്ങളിലേക്ക് എത്തിയാലും, ഇപ്പോൾ ശാരദാ മുരളീധരൻ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച പോലെ എത്ര ഉന്നതമായിട്ട് തലങ്ങളിലേക്ക് എത്തിയാലും കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷേ നിറത്തെക്കുറിച്ചാണ് ചർച്ച. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ വേരോടെ അടിയോടെ ഇത് വിദ്യാഭ്യാസം നൽകി തന്നെയും പരിഹരിക്കേണ്ടുന്നൊരു പ്രശ്നമായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ അത് കുഴപ്പമാണ്. അതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ശാരദാ മുരളീധരൻ ജീവിച്ചു വന്ന ആ കാലം മുഴുവൻ ഈ വെളുപ്പിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന കാലമാണ് എന്നതുകൊണ്ടാണ് 2009 ഡാർക്ക് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ക്യാമ്പയിനുമായി നന്ദിത ദാസ് ഇറങ്ങുന്നത്. ആ കാലം വരെ, തൊട്ടടുത്ത കാലം വരെ ഇതൊക്കെ ഇങ്ങനെയായിരുന്നു എല്ലായിടത്തും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നു എന്നതുകൊണ്ടുമാണ്. 1963 ഓഗസ്റ്റ് 28 അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് സംഘടിപ്പിച്ച വാഷിംഗ്ടൺ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാർട്ടിൻ ലൂതർ എന്ന 34-കാരൻ സംസാരിച്ച വിഖ്യാതമായ ആ പ്രസംഗമുണ്ടല്ലോ, അതേതാണ്ട് അവസാനിക്കുന്ന ഭാഗത്ത് ചില വരികളുണ്ട്. തൊലിനിറത്തിൻ്റെ പേരിൽ അല്ലാതെ സ്വന്തം ചെയ്തികളുടെ പേരിൽ മാത്രം വിലയിരുത്തപ്പെടുന്ന ഒരു രാജ്യത്ത് എൻ്റെ മക്കൾ ജീവിക്കണമെന്ന് എനിക്കൊരു സ്വപ്നമുണ്ട്. ഒരിക്കൽ കറുത്തവരുടെ ആൺമക്കളും പെൺമക്കളും വെളുത്തവരുടെ ആൺമക്കളും പെൺമക്കളും സഹോദരങ്ങളെപ്പോലെ കൈകോർത്ത് നടക്കുന്ന ഒരു നാടിനെപ്പറ്റി എനിക്കൊരു സ്വപ്നമുണ്ട്. എല്ലാ താഴ്വരകളും മഹത്വവൽക്കരിക്കപ്പെടുന്ന
മനുഷ്യവൽക്കരിക്കപ്പെടുന്ന എല്ലാ കുന്നുകളും കുലപർവ്വതങ്ങളും തലകുനിക്കുന്ന എല്ലാ പരുക്കൻ പ്രദേശങ്ങളും സമതലങ്ങളായി മാറുന്ന മനുഷ്യ ശരീരങ്ങളെല്ലാം ഒന്നിച്ചൊന്നായി നിന്ന കാഴ്ച കാണുന്ന ഒരു ദിനത്തെപ്പറ്റി എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന്. മനുഷ്യകുലത്തിൻ്റെ മഹായാത്രയിലെ ആ സുവർണ വാചകങ്ങൾക്ക് 60 വയസ്സ് പിന്നിട്ടിരിക്കുന്നു. ഇതിപ്പോഴും നമുക്ക് ആവർത്തിക്കേണ്ടി വരുന്നു. മാനവികത കൊണ്ട് മാത്രമാണ് മനുഷ്യരെ നിർവചിക്കേണ്ടത്. ഇനി എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സുകളിലെ അന്തരമാണെന്നെങ്കിലും തിരിച്ചറിവുണ്ടാകട്ടെ.